അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പപ്പായ കൊണ്ട് ഒരു പുതിയൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഞാനും ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, അപ്പോൾ ഒന്ന് പരീക്ഷണമാണ്. ബാക്കി ഞാനിതിങ്ങനെ ഉണ്ടാക്കണോട് ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ പറയാം. ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ പപ്പായ കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളോടതിന് കറുത്ത് എന്നറിയും, അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇതാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമല്ല. ഇതങ്ങനെയല്ല, ഇത് വേറെ വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ അതിനാദ്യമായിട്ട് കുറച്ച് പപ്പായ എടുത്തിട്ട് അതിൻ്റെ തോലുകളെല്ലാം നല്ലോണം ചീകി തോല് ചെത്തി ഒക്കെ എടുത്ത് നല്ല വൃത്തിയായി ചെത്തിയെടുക്കണം. നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് കഴുകി വെള്ളം തോർത്തെടുക്കുക. എന്നിട്ട് ഒരു ഇതിൽ ചീകി എടുക്കുക. അത് നൈസാക്കിയിട്ട് നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് എടുക്കൂലേ, അങ്ങനെ എടുത്തിട്ട് നല്ലവണ്ണം ശേഷം ഒരു പാനിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക. ഈ ചീകി എടുത്തതിനെ ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം അത് അടച്ചു വയ്ക്കുക. നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു വെള്ളം ചൂരുന്നൊരു ഇതിലേക്ക് ഒഴിച്ച് വെക്കണം. അതിന് ശേഷം ഒരു പാനിൽ പഞ്ചസാര, അതിപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ ഒരു അര ഭാഗത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് നമുക്ക് എത്ര പപ്പായ ഉണ്ട് വെച്ചാൽ എത്ര കിലോന്ന് വെച്ചാൽ അതിന് വെച്ചിട്ടോ. എന്നിട്ട് അതൊരു ഇതിലിട്ടിട്ട് അതിനെ നമ്മൾ ഇതാക്കിയിട്ട് ഗോൾഡൻ കളറാകുമ്പം അതിലേക്ക് നമ്മൾ ഈ പപ്പായ വേവിച്ച് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ മിക്സ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ലഡ്ഡു ഉണ്ടാക്കുന്ന സമയത്ത്, ലഡ്ഡുവാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എള്ള്, അതുപോലെ ലാസ്റ്റ് കേട്ടോ ഫൈനൽ സ്റ്റേജിൽ എള്ള്, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ബദാം വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയൊക്കെ ചേർക്കാം. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ഒരു ചെറിയ മട്ടത്തിലുള്ള പരീക്ഷണങ്ങളാണ്. എന്നിട്ട് ഇത് ഉരുട്ടിയെടുത്ത് തണുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ബോളുകൾ മാതിരി ഉണ്ടാക്കിയെടുക്കാം. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സാധനം, നല്ല ഉഷാറാണ്. ഇതുവരെ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനത് പരീക്ഷ വയ്ക്കുക, വിജയിക്കുമോ നോക്കാൻ വേണ്ടി. സംഭവം നല്ല സംഗതി, നല്ല ഉഷാറാണ്, നല്ല മധുരമാണ്, നല്ല രുചികരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും.